യോഗക്ഷേമ സഭയുടെ സംസ്ഥാന അധ്യക്ഷൻ, ക്ഷേത്രങ്ങളിലെ പ്രധാന തന്ത്രി, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ രക്ഷാധികാരി, സ്വതന്ത്ര വിദ്യാപീഠം രക്ഷാധികാരി, എ വെരി charismatic, inspiring and eloquent speaker, ബ്രഹ്മശ്രീ അഖീരമൺ കാളിദാസ ഭട്ടാരപ്പാടിനെ അനുഗ്രഹീത പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അതിനുശേഷം ഈ ഡോക്യുമെൻ്ററിയുടെ ഇനോഗ്രേഷനും ഭട്ടാതിരിപ്പാട് അവർകൾ ഈ ഡോക്യുമെൻ്ററിയുടെ ടൈറ്റിൽ റിവീൽ സെറമണിയും നിർവഹിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ ഹൃദ്യമായ ഒരു ചടങ്ങാണ്. ഏറെ സ്വന്തം പിതാവിനെ പോലെ സ്നേഹം തോന്നുന്ന CP കുര്യൻ അദ്ദേഹത്തിൻ്റെ ഈ നവതി ആഘോഷങ്ങൾ കൂടുതൽ നമ്മുടെ സമാജത്തിന് തിരിച്ചറിവുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരങ്കിലാഹം. തിരിച്ചറിവ് മനുഷ്യന് എപ്പോഴും വേണ്ടതാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഏറെ ബഹുമാനിക്കുന്നവർ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി അദ്ദേഹം ഇതേ വാചകം അതിൻ്റെ അന്വയം ചെയ്ത് അർത്ഥം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് വലിയ മെത്രാപ്പൊലീത്ത. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എന്നോട്, നെവർ സേ സോറി, ഒരിക്കലും സോറി എന്ന് പറയരുത് എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ പ്രാപിക്കും, ദൈവത്തെ എവിടെയാണ് ചെല്ലേണ്ടത് അവിടെ എത്തിക്കും എന്ന് ശങ്കരാചാര്യസ്വാമികൾ ശരീരം കളത്രം സുതം ബന്ധുവർഗം എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരണം എന്നാണ്. അപ്പോൾ നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം പറയുന്നത് പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത എന്നാണ്. അപ്പോൾ ഈ ആ വലിയ മനുഷ്യനെ ഓർക്കുമ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾ പോലും വലിയ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൂർവജന്മകൃതം പാപം, അതാണ് നല്ലതും ചിത്തയും ഒക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുമെന്നാണ്. ഫിസിക്സിൽ പറയുന്ന ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ, അത് വേറൊരു വിഷയത്തിലാണ് പറയുന്നെങ്കിൽ പോലും നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ല, നല്ല ദൈവമേ ഞങ്ങളെല്ലാവരെയും അല്ലേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടണമേ. ഞാൻ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടില്ല, നീയല്ലോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് പോറ്റുന്ന. അപ്പോൾ വളരെ അധികം ക്രൈസ്തവ സമൂഹത്തിനോട് ആദരവ് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ഒരുപാട് സിമിലാരിറ്റിയുള്ള ഒരു വിഷയമായിട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം വലിയ സങ്കീർണമായ കുഴപ്പത്തിൻ്റെ കാലമാണ്. ചിലതിനെയൊക്കെ വ്യാഖ്യാനിച്ച് അങ്ങ് ഇത്രമാത്രം മോശമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നു, ഞാൻ രാഷ്ട്രീയം പറയല്ല, തെറ്റിദ്ധരിക്കരുത്, തോന്നിയൊരു വിഷയം ഈ ഗുരുവന്ദനത്തെക്കുറിച്ചാണ്. ആ ഗുരുവന്ദനം എന്നുദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെയാണ് പലപ്പോഴും വിമർശനം എന്ന് തോന്നിപ്പോവാറുണ്ട്. ഇവിടെ ആദരിക്കപ്പെടുന്ന വലിയ മനുഷ്യൻ, അദ്ദേഹത്തിനെ ഇപ്പം അച്ഛൻ്റെ കൈമുത്തം അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത്. ആ ആദരവിൻ്റെ ഭാഷ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിനെ രാഷ്ട്രീയമായി കാണുകയോ ചിത്രീകരിക്കുകയോ പാടില്ല. അതിനേറ്റവും പറ്റിയ വേദിയാണ് ഇത് പറയാൻ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒരു ഗുരുവന്ദനമാണ്, അത് വലിയ മനുഷ്യനെ ആദരിക്കുക. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഞാൻ 63 കാലത്തിൽ അദ്ദേഹം MSW, ഞാൻ ജനിക്കുന്ന 63 അന്ന് അദ്ദേഹം MSWന് ചേർന്നു എന്ന് പറയും. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വലിയ കുടുംബം ഇവരെല്ലാം നല്ല യോഗ്യന്മാരാണ് കേട്ടോ, കണ്ടാലൊക്കെ നല്ല യോഗ്യന്മാരാണ് ഇവരെല്ലാം. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കുക, ഡോക്യുമെൻ്ററി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എന്നെ ക്ഷണിച്ച അദ്ദേഹത്തിന് നമ്മുടെ കുര്യൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഛായയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നോട് ഞാൻ വളരെ അടുപ്പം തോന്നിയ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ബിജോ, അദ്ദേഹം ഇവരെല്ലാം നിങ്ങൾ നല്ല സുന്ദരന്മാരാണ്, നിങ്ങളോട് അസൂയ തോന്നുന്നു, പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരണം. പറഞ്ഞത് ഒരു വലിയ മാറ്റത്തിൻ്റെ അദ്ദേഹം എല്ലാവരും വന്നിട്ടുണ്ടല്ലോ,
ഈ പ്രസംഗ ഭാഷ ആദ്യം സല്യൂട്ടേഷനൊക്കെ വേണ്ടതായിരുന്നു. ഞാൻ വിട്ടുപോയി, കാരണം എനിക്ക് ഇത്രയും ബഹുമാനം തോന്നി അദ്ദേഹത്തോട്. നമ്മുടെ ഉദ്ഘാടകനെക്കുറിച്ചോ പിന്നെ സുരേഷ് സാറിനെക്കുറിച്ചോ ഒക്കെ പറയേണ്ടതായിരുന്നു. വർഗീസ് സാർ നമ്മുടെ മനോരമയിലെ, ഇവരൊക്കെ എനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. എല്ലാവരും ഒത്തിരി നമ്മുടെ ഗാന്ധി ലോകത്തിൻ്റെ മാതൃകയാണങ്ങ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുപാടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ വേദിയിലെത്താൻ കഴിഞ്ഞതിൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഞാനൊരു പുരോഹിതനാണ്. ആ അച്ഛന്മാരുടെ കൂടെ വന്നിരുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു പുരോഹിതനാണ്. എന്തെങ്കിലും നല്ലത് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കൂടെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ പിന്നെ മർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വാഗതം പറയുമ്പോൾ നമ്മളെക്കുറിച്ചല്ല പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവർ വലിയ കുഴപ്പമാക്കിയില്ല, എന്നാലും അത്രയും വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. നമ്മളൊരു സാധാരണക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ചടങ്ങിൽ എത്താൻ കഴിഞ്ഞു. എനിക്കിപ്പോൾ ഞാൻ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചൊരു ചടങ്ങുണ്ട്. എനിക്കവിടെ എത്തേണ്ടത് കൊണ്ട് ഒരുപാട് നിൽക്കാൻ കഴിയുന്നില്ലെന്നൊരു സങ്കടമുണ്ട്. എന്നിരുന്നാലും ഇവിടെ എത്താൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ട് ആ ഡോക്യുമെൻ്ററി കണ്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ വീട്ടിലങ്ങ് ചേർന്നാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ എത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, തുറന്നങ്ങ് സംസാരിക്കുക, അല്ലാണ്ട് വേറെ വളപ്പൊന്നുമില്ല, അങ്ങനെ കേൾക്കും. അപ്പോൾ എനിക്ക് വലിയ ആദരവ് തോന്നി അങ്ങയോട്. ഒരുപാട് ഇപ്പം ഞങ്ങൾ സാധാരണ ഇപ്പോൾ ഇത് പറയാറുണ്ട്, ശതം ജീവ ശരതോ വർദ്ധമാന ശതം ഹേമന്ത എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കാൻ ദൈവത്തോട് പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ഒന്നും കൂടുതൽ ദീർഘിപ്പിക്കുകയല്ല. നിൻ്റെ വിശ്വാസം കടുകുമണിയോളം ഉറച്ചതാണ്. ഞാൻ പഴയ നിയമം മുഴുവൻ വായിച്ചതാണ്. യഹോവയുടെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു ബഹുമാനം തോന്നാൻ കാര്യം ഒരു ഹ്യൂമാനിറ്റി, ഒരു സിംപ്ലിസിറ്റി, ആൾക്കാരെ സ്നേഹിക്കാനുള്ള മനസ്സ് ഒക്കെ ക്രൈസ്തവ സമൂഹത്തിന് വിശേഷിച്ച് അംഗീകരിക്കപ്പെട്ടതാണ്. ഒന്നേ പറയാൻ തോന്നുള്ളൂ, പഴയതൊക്കെ നഷ്ടപ്പെടാതെ, സ്നേഹത്തെ നിലനിർത്തുന്ന പലതും നഷ്ടപ്പെടാതെ സന്തോഷത്തോടെ ജീവിച്ച് നമുക്ക് പിരിയാനുള്ള ഒരു വലിയ സ്റ്റഡി ക്ലാസ്സാണ് എനിക്കും ഈ സദസ്സിൽ വന്നപ്പോൾ കിട്ടിയത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരുപാട് കാലം ജീവിക്കണം ഈ വലിയ മനുഷ്യൻ റബേക്ക അമ്മയുടെയും സുരേഷ് സാർ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ്. നിങ്ങളുടെയൊക്കെ ഈ സദസ്സിൽ വന്ന് എനിക്കും വരാൻ കഴിഞ്ഞതൊരു ഭാഗ്യമായി കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കടാക്ഷം നമുക്കെല്ലാം ഉണ്ടാവട്ടെ. നമുക്കെല്ലാം മനുഷ്യരായി ജീവിക്കാനുള്ള വകതിരിവുണ്ടാവട്ടെ. നല്ല കൃഷിയും നല്ല കാഴ്ചപ്പാടും അതുകൊണ്ടൊക്കെയാണ്, നല്ല കൃഷി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും ഒരുപാട് നല്ലത് വരാൻ ദൈവത്തിന് നമ്മൾ പലരും പല വഴിയിൽ കൂടെ ഈശ്വരൻ ചെല്ലുന്ന പോലെ നാം എല്ലാം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്. മനുഷ്യരെ ഒരു ജാതിയും മതമായിട്ടൊന്നും വേർതിരിക്കാതെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ ഡോക്യുമെൻ്ററിയുടെ ഇൻട്രൊഡക്ഷൻ ഷിൻരാജ പൊണ്ണി ഡയറക്ടറും ബിജേഷ് കെ സുബ്രഹ്മണ്യൻ സ്ക്രീൻ റൈറ്ററും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ മുഖ്യ അതിഥി അതിൻ്റെ ടൈറ്റിൽ റിവീൽ സെറമണി നിർവഹിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജേഷ്. ഇവിടെ 4 പാർട്ടായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഡോക്യുമെൻ്ററിയുടെ സ്ക്രീൻ റൈറ്ററാണ്. ഇദ്ദേഹം ഷിൻരാജ് ഡോക്യുമെൻ്ററിയുടെ ഡയറക്ടറാണ്. 90 വയസ്സിലേക്ക് അടുക്കുന്ന, അല്ലെങ്കിൽ 90 വയസ്സ് ഇന്ന് നവതിയിലേക്ക് ഉള്ള അടുക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട തങ്കച്ചായൻ്റെ പേഴ്സണൽ ലൈഫ് റിവീൽ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 90 വയസ്സിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മക്കൾക്കുള്ള അവരുടേതായുള്ള എക്സ്പീരിയൻസുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, കൊച്ചുമക്കൾക്കുള്ള അഭിപ്രായങ്ങൾ, ഇതൊക്കെ അടങ്ങിയതൊരു ഡോക്യുമെൻ്ററിയാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ 90 വയസ്സെന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു 90 വർഷത്തെ കൂടെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഇതല്ലാതെയുണ്ട്. ഒരുപാട് അറിവുകൾ നേടിയ മനുഷ്യനാണ്. ആ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കേരളത്തിൻ്റെ ഹിസ്റ്ററി ശ്രീ തങ്കച്ചായൻ്റെ അനുഭവത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ഡോക്യുമെൻ്ററി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കൃഷി നമ്മളൊരു പാരമ്പര്യമായുള്ള ഘടകമാണ്. അതുപോലെ തന്നെ മൈഗ്രേഷൻ നമ്മളുടെ ഒരു കാലങ്ങളായിട്ട് സംഭവിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഡോക്യുമെൻ്ററിക്കകത്ത് ബ്ലിസാറൊക്കെ പറഞ്ഞ കാര്യമാണ്. പണ്ട് നമ്മളെ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾക്കും ഭക്ഷണത്തിനൊക്കെ വേണ്ടിയുള്ള
മൈഗ്രേഷനാണ് മനുഷ്യനെ ഭൂമി മൊത്തം വ്യാപിപ്പിക്കാനുള്ള കാരണമായത്. നമ്മൾ മനുഷ്യൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ഉത്ഭവിച്ച മനുഷ്യൻ ലോകത്ത് ഇത്ര പരന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മൈഗ്രേഷൻ എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതിജീവനത്തിന് വേണ്ടിയിട്ട്, മെച്ചപ്പെട്ട സാഹചര്യങ്ങൾക്ക്, മെച്ചപ്പെട്ട ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ പ്രയാണങ്ങളാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചുള്ളത്. വളരെ അത്ഭുതം ഉള്ള ഒരു ജീവിയാണ് സത്യത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ചരിത്രം, മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടായിട്ടുള്ളൊക്കെ കേരളത്തിൻ്റെ മൈഗ്രേഷൻ്റെ ഹിസ്റ്ററി കുറേ ഉണ്ട്. അപ്പോൾ ആ ഹിസ്റ്ററി ശരിക്കും കൊണ്ടെത്തിക്കുന്നത്, ഞങ്ങളിപ്പോൾ തങ്കച്ചാനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ചുറ്റുഭാഗത്തുള്ള വീടുകളിലൊക്കെ നമ്മളിങ്ങനെ ചെന്ന് അഭിപ്രായങ്ങൾ അറിയാൻ പോകുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെയുള്ള ഒരു വ്യത്യാസം കണ്ടത്, ഇവിടെ വീടുകളിലൊക്കെ പ്രായമായ ആളുകൾ മാത്രമാണ് ഞങ്ങൾ കാണാൻ സാധിച്ചത്. അതായത് ഞങ്ങളുടെ ഒരു ഏജിലുള്ള ആളുകളെ, ഇപ്പോൾ ഇവിടെ അടക്കം ഞങ്ങളുടെ ഏജുകളിലെ എത്ര ആളുകളെ കാണാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ സുരക്ഷ എങ്ങനെയല്ല, തെക്കൻ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അത് വലിയൊരു ഘടകമാണ്. നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണത്. അപ്പം അതൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ഡോക്യുമെൻ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ റിവീലാണ് ഇവിടെ നടക്കുന്നത്. ഔപചാരികമായിട്ട് അദ്ദേഹം അത് നിർവഹിച്ചു കഴിഞ്ഞതാണ്. ആ ടൈറ്റിൽ നിങ്ങളിവിടെ സ്ക്രീനിൽ റിവീൽ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും മാതൃകയായി ചെയ്യേണ്ട വലിയൊരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അതിന് സർക്കാരുകളും എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് വരണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഡോക്യുമെൻ്ററി ടൈറ്റിൽ റിലീസ് ചെയ്തതായിട്ട് പറയട്ടെ. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ മുഖ്യാതിഥി ആയ ബ്രഹ്മശ്രീ അഖീരമൺ കാളിദാസ ഭട്ടാതിരിപ്പാടിന് ഉടൻ തന്നെ പോകേണ്ടതുള്ളതുകൊണ്ട് നമ്മുടെ ഒരു സ്നേഹോപഹാരം, ഒരു മെമൻറ്റോ ഇപ്പോൾ നൽകുന്നതാണ്. അതിനു മുൻപായിട്ട് തിരുമേനി ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി ചെയ്ത ഷിൻരാജ് അപ്പുണ്ണി, ഇതിൻ്റെ ഡയറക്ടറിനും ബിജേഷ് കെ സുബ്രഹ്മണ്യൻ സ്ക്രീൻ റൈറ്റർക്കും മെമൻറ്റോ നൽകുന്നതാണ്. മെമൻറ്റോ സ്വീകരിക്കുന്നതിനായി ഡയറക്ടർ ഷിൻരാജ് അപ്പുണ്ണിയെ ക്ഷണിക്കുന്നു. ഇപ്പോൾ നമുക്ക് അനുഗ്രഹീത പ്രഭാഷണം നൽകി തന്ന ബ്രഹ്മശ്രീ അഖീരമൺ കാളിദാസ ഭട്ടാതിരിപ്പാടിന് സ്നേഹോപഹാരം കുടുംബത്തിലെ മൂത്തപുത്രൻ ബിനു ഇപ്പോൾ നൽകുന്നതാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഗാന്ധി ഭവൻ്റെ ഫൗണ്ടർ ഡോക്ടർ സോമരാജൻ സർ നമ്മോടൊപ്പം ചേരുന്നു. സോമരാജൻ സാറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ വർഗീസ് മാമൻ UDF ജില്ലാ കൺവീനർ നമ്മോടൊപ്പം ചേരുന്നു. സാറിനെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ബിജു അജാച്ചൻ്റെ സഹപാഠിയായ CPM മല്ലപ്പള്ളി താലൂക്ക് സെക്രട്ടറി ബിനു വർഗസ് നമ്മോടൊപ്പം ഇന്നുണ്ട്. അദ്ദേഹത്തെയും ഇന്ന് ഈ 90ാമത് ജന്മദിന ആഘോഷത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ പ്രമുഖരെയെല്ലാം സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ കേക്ക് കട്ടിംഗ് സെറമണി. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബം എന്തുള്ളോ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളോ.
ഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. Happy birthday, happy birthday, happy നാളെ അപ്പച്ചൻ്റെ ഇളയ മകൻ ബിജോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബിജോയും ഈ അവസരത്തിൽ ആ കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും. Happy birthday to you. Happy birthday, dear Bijo. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday.
മകളുടെ, അതായത് ബിന്ദുവിൻ്റെയൊക്കെ 30th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ബെറ്റ്സിയുടെ ബർത്ത്ഡേയും ഈ മാസം 31-ാം തീയതിയാണ്. അങ്ങനെ എല്ലാവരുടെയും, മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ, മൂത്ത മകളുടെയും ബർത്ത്ഡേ ആണ്. ആ സന്തോഷം എല്ലാവരും ചേർന്ന് അവർ പങ്കിടുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. Thank you, children. Right now, we present the memento to Dr. Cyriac Thomas, sir. I invite sir onto the stage. സ്നേഹോപഹാരം നൽകുന്നതിനായി സോമരാജൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സോമരാജൻ സാർ അപ്പച്ചന് പൊന്നാട അണിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ സിറിയക് തോമസ് സാറിന് മെമൻറ്റോ നൽകുന്നതിനായി സോമരാജൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കുഞ്ഞനാമ കൊച്ചമ്മ എൻ്റെ കുടുംബാംഗമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MC കുര്യൻ സാറിൻ്റെ സഹധർമ്മിണിയായ കുഞ്ഞനാമ കൊച്ചമ്മ ഇപ്പോൾ തൻ്റെ അനുഭവങ്ങളും അപ്പച്ചനെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കും. വന്യ വൈദികരെ, വിശിഷ്ടാതിഥികളെ, എനിക്ക് പ്രിയമുള്ള ഏവരുമേ, പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞത് ഞാൻ വെറും ഒരു ഭംഗി വാക്കായി പറയുന്നതായി ആരും കരുതരുത്. കുട്ടിക്കാലം മുതൽ കണ്ടും ഒന്നിച്ച് വളർന്നും ഈ 82 വയസ്സ് വരെ പരിചയപ്പെട്ടവരുമായ എല്ലാവരുമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒത്തൊരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ കൃപയെ ഓർത്ത് ആദ്യമേ തന്നെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും പല രീതിയിൽ നമ്മൾ പറയപ്പെട്ടു, അറിയപ്പെട്ടു. എന്നാൽ എനിക്ക് ബിജോയ് ഏൽപ്പിച്ചിട്ടുള്ള ചുമതലയെന്ന് പറയുന്നത് ബാല്യകാല ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ 82 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മ നല്ല രീതിയിലില്ല. മരുന്ന് കഴിച്ചോ എന്നുള്ളത് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുമുണ്ട്. എങ്കിലും കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ ഉണ്ട്. ഞങ്ങൾ 5 സഹോദരങ്ങളാണെന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ മൂത്ത സഹോദരനാണല്ലോ പ്രിയപ്പെട്ട തങ്കച്ചായൻ. 4 സഹോദരിമാർ, അതിൽ 2 സഹോദരിമാർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, അവർ കടന്നുപോയി. പിന്നെ ഞങ്ങൾ 2 പേരും, ഞാനും സൂസിയും തങ്കച്ചായനും. മൂത്ത സഹോദരൻ എന്ന നിലയിൽ തങ്കച്ചാനിൽ നിന്നും വളരെയേറെ സ്നേഹവും വാത്സല്യവും കരുതലും ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. അത് ഇപ്പോഴും തുടർന്നു വരുന്നു. കുട്ടിക്കാലം മുതലുള്ള ഞങ്ങളുടെ സ്നേഹം ഇന്നും തുടർന്നു വരികയാണ്. ബാല്യത്തിൽ ഞങ്ങളുടെ കുടുംബവും കൃഷിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നത്തെ പോലെ മൊബൈലിലോ വാട്സാപ്പിലോ ഒന്നും അല്ല കുഞ്ഞുങ്ങൾ ഏർപ്പെടാറുള്ളത്. ഞങ്ങൾ 5 പേരും മാതാപിതാക്കളോടൊപ്പം അവരുടെ ജോലികളിൽ സഹായിക്കും. രാവിലെ വീട്ടിലെ ജോലികളിൽ ഞങ്ങൾ സഹായിക്കും. പിന്നെ അച്ചായൻ്റെ കൂടെ കൃഷികാര്യങ്ങളിലും ഞങ്ങൾ സഹായിക്കും. അതിൽ ഞാനാണ് കൂടുതലും അച്ചായൻ്റെ കൂടെ ഇങ്ങനെ ബോഡി ഗാർഡായിട്ട് പോകുന്നത്. അച്ചായൻ റബ്ബർ വെട്ടാൻ പോകും, ഹെൽപ്പറായിട്ട് എന്നെ കൊണ്ടുപോകും. ചന്തയിൽ പോകും, അപ്പോഴും എന്നെ കൊണ്ടുപോകും. അങ്ങനെ പോകുന്നതുകൊണ്ടായിരിക്കും തങ്കച്ചാനാണെന്നോ എനിക്കൊരു പേരിട്ടെന്നറിയത്തില്ല, ബാസാർ ലഡ്കി എന്ന് എന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറപ്പെട്ട ശേഷം ഞങ്ങളെല്ലാവരും സ്കൂളിലേക്ക് പോകും. 4 മണിക്ക് മടങ്ങി വരുമ്പോഴത്തേക്ക് അമ്മ നല്ല ചീമച്ചേമ്പും കപ്പയും പച്ചത്തേക്കായും എല്ലാം കൂടെ പുഴുങ്ങി ഞങ്ങളെ കാത്തിരിക്കും. ഞങ്ങളെല്ലാവരും അത് വന്ന് ഭക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് കളിക്കാനൊന്നും പോകത്തില്ല, മൊബൈലൊന്നും കാണത്തുമില്ലല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ പുരയിടങ്ങളിലേക്ക് പോകും. ധാരാളം പശുക്കളുണ്ട്, ആടുണ്ട്, എരുമയുണ്ട്. ഇവയുടെ എല്ലാം തീറ്റി ശേഖരിച്ചുകൊണ്ടിരുന്ന ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെല്ലാവരും ആ ജോലിക്കായിട്ട് പോകും. അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. 5 പേരും 5 പേരുടെയും വീതം അമ്മയ്ക്ക് കാണത്തക്കവണ്ണം എരുത്തലിൽ കൊണ്ടുപോയി ഇങ്ങനെ നിരത്തി വെക്കണം. അങ്ങനെ ഞങ്ങൾ പോച്ച പറിക്കുക, അല്പനേരമൊക്കെ കളിക്കും. തങ്കച്ചായനൊരു അല്പം മടിയുണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ഒരു സൂത്രം പ്രയോഗിക്കും.
ഞങ്ങൾ പറിച്ചു വെക്കുന്ന പോച്ചയിൽ കുറേ മോഷ്ടിച്ച് ഒരു വലിയ കട്ടായിട്ട് അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെക്കും. അമ്മയിൽ നിന്ന് പ്രിയപുത്രൻ അതിൽ നിന്നുള്ള ആദരവ് ഏറ്റുവാങ്ങി സംതൃപ്തനായിട്ടിരിക്കും. പിന്നീട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഞാനുമായിട്ടൊരു ചെറിയ ശണ്ടയുണ്ടായി. എന്നെ അടിച്ചു. ഞാനും വിട്ടുകൊടുത്തില്ല. കേസ് അമ്മയുടെ മുമ്പിലെത്തി. അമ്മ വിചാരണ നടത്തി. 1-ാം പ്രതി തങ്കച്ചായനെ വെറുതെ വിട്ടു. 2-ാം പ്രതിയായി എന്നെ ശിക്ഷിച്ചു. കുറ്റം ചെയ്തവൻ രക്ഷപ്പെട്ടു, കുറ്റം ചെയ്യാത്ത ഞാൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പിന്നെ എന്നോട് സോറി പറഞ്ഞു. എടീ സോറി, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അങ്ങനെ എപ്പോഴും എന്തു വന്നാലും അതിൽ നിന്നൊക്കെ പിന്നീട് ഒരു സൗഹൃദവും സ്നേഹവും പുലർത്തുവാൻ തങ്കച്ചായനെ കൊണ്ട് കഴിഞ്ഞിരുന്നു. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് തങ്കച്ചാൻ. എല്ലാവരെയും തന്നെക്കാൾ താണവരെ കൂടുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തങ്കച്ചാന് കഴിയുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ അടുത്ത ആ പുരയിടത്തിൽ നേരത്തെ ഒരു വീട്ടുകാർ താമസമുണ്ടായിരുന്നു, കുഞ്ഞേപ്പച്ചവൻ എന്ന് പറയും. അവിടെ കമലാക്ഷി എന്നുള്ള ഒരു സ്ത്രീയെ തങ്കച്ചാനെ കൊച്ചിലെ എടുത്തുകൊണ്ട് നടക്കുന്ന കളിപ്പിക്കുകയും കൊണ്ടു നടക്കുകയും അവരുടെ വീട്ടിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്ത് പരിപാലിച്ചിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് അവർക്കൊരു ശകലം നോർമൽ അല്ലാത്ത ഒരു സ്ഥിതിയിൽ വന്നു. അപ്പോഴും വീട്ടിൽ വരും. തങ്കച്ചാനപ്പം വളർന്നു. കുഞ്ഞെ എന്ന് വന്ന് വിളിക്കും. കുഞ്ഞെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭാവന കമലാക്ഷിക്ക് കൊടുത്തേ കമലാക്ഷിയെ പറഞ്ഞു വിടാറുള്ളൂ. അപ്പോൾ ചിലപ്പോഴേ പഴയ കാലമല്ല, ഇന്നത്തെ പോലെയല്ല, തലച്ചുമടെ മീൻകാർ കൂവിക്കൊണ്ട് ആ വഴി ഇങ്ങനെ വരും. ഞങ്ങളെല്ലാവരും ആ വീടുകളെല്ലാം മീൻ വാങ്ങിക്കും. തങ്കച്ചാൻ കമലാക്ഷിക്കും മീൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കളിയാക്കിച്ചിരിക്കും, കമലാക്ഷി ഇത് ഏത് തോട്ടിക്കളയുമോ ഏത് പറമ്പിക്കളയുമോ അവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുമോ എന്ന് അറിയത്തില്ല. എങ്കിലും തങ്കച്ചാൻ ചെയ്യാനുള്ളത് തങ്കച്ചായൻ ചെയ്തിരിക്കും. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു. ഞാൻ എളുപ്പം നിർത്തിയേക്കാൻ സമയം പോകുന്നല്ലോ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് വെല്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരത്തി ഞാലിക്കണ്ടത്തല്ല തോട്ടഭാഗത്ത് അടുത്തുണ്ടായിരുന്നു. അവൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാനും ആ കൂട്ടത്തിൽ കൊടുത്തു. ആപ്ലിക്കേഷൻ വന്നു. ഞാൻ ഫാദറിൻ്റെ ഒരു സിഗ്നേച്ചറിന് വേണ്ടി ചെന്നപ്പോൾ തങ്കച്ചായൻ്റെ സാന്നിധ്യത്തിലാണ് അത് ചോദിക്കാനൊത്തത്. എടുത്ത വായിൽ, നീ പോകണ്ട, നീ ഇവിടെ ഉള്ളത് കഴിച്ച് എൻ്റോടുകൂടെ ജീവിച്ചാൽ മതി, നീ അതിന് പോകണ്ട. ഈ പറഞ്ഞ സഹോദരൻ അല്പകാലം കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സിനെ തന്നെ തൻ്റെ പങ്കാളിയായിട്ട് സ്വീകരിച്ചു. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. മദർ തെരേസയെ പോലെ അപ്പനെയും അമ്മനെയും ഭർത്താവിനെയും ഞങ്ങളെ നാത്തൂന്മാരെ എല്ലാവരെയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണമെന്ന പോലെ സംരക്ഷണം തരുവാൻ, അതുകൊണ്ട് ആ മദർ തെരേസയിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാ സഹായവും ലഭിച്ചു വന്നത് സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇന്നും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ അതെല്ലാം ഓർക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇക്കാലയളവ് ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കാലയളവാണല്ലോ. മക്കളെ പഠിച്ച് അവരെ ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. അവരുടെ ജീവിത പ്രശ്നത്തിനായിട്ട് അവർ വിദേശത്തേക്ക് കടന്നു പോകുന്നു. ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുന്നു. മാതാപിതാക്കൾ വയ്യാതാകുമ്പോൾ അവരെ എവിടെയെങ്കിലും ആക്കുന്നു. അവർക്ക് അസുഖം വരുന്നു, ആശുപത്രിയിലാക്കുന്നു, ICUവിലാക്കുന്നു, വെൻറ്റിലേറ്ററിലാക്കുന്നു, മോർച്ചറിയിലേക്കാക്കുന്നു. മക്കളെ വിവരം വിളിച്ചറിയിക്കുന്നു. മക്കളെ അവരുടെ സൗകര്യമുള്ള ഒരു ദിവസം അറിയിക്കുന്നു. ഇവിടെ ഇവർ അച്ഛനെ വേണോ തിരുമേനിയെ വേണോ എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. തക്ക സമയത്ത് വരിക, മാതാപിതാക്കളെ യാത്ര അയക്കുക. ഇതാണ് 90% ഇന്ന് കാണുന്ന ഒരു സംഭവം. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടെ പറയട്ടെ, അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. ദൂരെയാണെങ്കിലും എല്ലാവരും ആ വർഷത്തിലൊരു 3 പ്രാവശ്യമെങ്കിലും ഓടി വന്ന് മാതാപിതാക്കളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെയൊക്കെ അന്വേഷിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ബിന്ദുവാന്നെ കൂടെ വരും. ഫ്ലൈറ്റ് അവരുടെ സ്വന്തമാണല്ലോ, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. അവൾ ഓടി ഇങ്ങ് വരും, മറ്റുള്ളവരും വരും. അങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന അവരുടെ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഇന്ന് വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും കാണാനിടയായ സന്തോഷം. ബഹുമാനപ്പെട്ട MLA മാത്യു ടി തോമസ്,
വർഗീസ് മാമൻ, ബ്ലെസി എല്ലാം ഞങ്ങളുടെ SC സെമിനാരിയുടെ സന്താനങ്ങളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെയും ശിഷ്യരാണ്. അവരൊക്കെ വന്നു ചേർന്നതിലും വിശിഷ്ട അതിഥികളെയും എല്ലാം കണ്ടതിലുള്ള വളരെ സന്തോഷം അറിയിക്കുന്നു. ഇപ്രകാരം ഒരു ചടങ്ങ് നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. അറേഞ്ച് ചെയ്ത കുഞ്ഞുങ്ങളോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ കോമ്പർ എൻ്റെ അനുജൻ്റെ മകളും കൂടിയാണ്. അതിലുള്ള സന്തോഷം അറിയിച്ച് എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം. മണിവിളക്കു വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം. കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ തൻ രാഗസംഗീതം. ഇരുകരളുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ. മിഴിയറിയാതെ നിൻ ഹൃദയമിതിൽ നൻ ചോരനായി കടന്നു. ഉടലറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലർച്ചൊരിയു